യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തു. തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരുന്നു. ഷെവീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയതിന് നേരത്തെ തന്നെ മ്യൂസിയം പോലീസ് ഒരു കേസെടുക്കുകയും ആ കേസിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പോലീസ് തേടിയത്. അദ്ദേഹം കേസെടുത്ത് തുടരന്വേഷണം ഊർജിതമായി നടത്തണം എന്നുള്ള ഒരു കത്ത് അത് മ്യൂസിയം പോലീസിന് നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. അതിൽ ആവശ്യപ്പെട്ട കാര്യം ഈ കേസ് ശക്തമായി അന്വേഷിക്കണം, തെരഞ്ഞെടുപ്പിലടക്കം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏതെങ്കിലും തരത്തിൽ ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തണമെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അടക്കം ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് വീണ്ടും ഒരു കേസ് എടുത്തിരിക്കുന്നത്. ആ കേസ് ഗൗരവമായി കണ്ട് അന്വേഷണം നടത്താനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ അടക്കം വിളിച്ചു വരുത്തി വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളും. SKN ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് ടെലിഫോണിൽ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.